എല്ലാവരുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലെ സിയും ഡിയും ഇയും ഒക്കെ കാണാൻ പറ്റും ഡ്രൈവുകൾ. ചിലരുടെ കമ്പ്യൂട്ടറിൽ അത് സി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് ഒരു അഡീഷണൽ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതല്ല. ഈ ഒരു സിസ്റ്റത്തിൽ എത്ര ഹാർഡ് ഡിസ്കുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ എസ് എസ് ഡി ഇൻസ്റ്റാൾഡ് ആണോ, അതോ എല്ലാം നോർമൽ ഹാർഡ് ഡിസ്കുകളാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സിമ്പിളായി ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അറിയാത്ത ആൾക്കാർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് വിൻഡോസ് കീ+6 പ്രസ് ചെയ്യുക. അതിൽ DFR GUI എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ടൂള് വരും. ഈ ടൂളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, അതായത് SSD ആണെന്നും ബാക്കിയുള്ള പാർട്ടീഷൻസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണെന്നും മനസ്സിലാവും. SSD എന്ന് പറയുന്ന OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഹൈ സ്പീഡും, അതേപോലെ ബാക്കി പാർട്ടീഷൻസ് നോർമൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. അതുകൊണ്ട് അത് സ്ലോയും ആയിരിക്കും. ഇനി മറ്റൊരു മെത്തേഡ് നോക്കാം. നിങ്ങൾ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാസ്ക് മാനേജർ എടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് ഡിവൈസസ് കാണാൻ പറ്റും. അവിടെ ഡിസ്ക് 0 എന്നത് ഡിയും ഇയും ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കാണാം. അതേപോലെ ഡിസ്ക് 1 എന്ന് പറയുന്നത് സി ആയിട്ടും പാർട്ടീഷൻ ചെയ്ത് കാണാം. അതിൽ സി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും SSD NVMe എന്ന് കാണാം. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള SSD ഹാർഡ് ഡിസ്ക് ആണ്. അതിൻ്റെ തൊട്ട് മേലെയുള്ളത് നോർമൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഒരു SSD NVMe ഡ്രൈവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം സ്ലോ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഹാർഡ് ഡിസ്കിനെ വെരിഫൈ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.